ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ സ്ഥലത്തുണ്ടെന്നുള്ളത് ഇപ്പോൾ ബോധ്യമായല്ലോ. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഈ മാസം ധാരാളം PSC പരീക്ഷകൾ കഴിഞ്ഞു, ഇനി ധാരാളം PSC പരീക്ഷകൾ നടക്കാനുമുണ്ട്. എന്നാൽ ഈ 19-ാം തീയതി CPOയുടെ പരീക്ഷ നടക്കുകയാണ്. അത് വനിതകൾക്കാണ്. അത് കഴിഞ്ഞാൽ 26-ാം തീയതി പുരുഷന്മാർക്കുള്ള CPO പരീക്ഷയും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് പോലീസിലെ സ്പെഷ്യൽ ടോപ്പിക്സ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പരീക്ഷയാണ് ഈ ശനിയാഴ്ച 19-ാം തീയതി നടക്കുന്നത്. ആ പരീക്ഷയ്ക്ക് മുന്നോടിയായി ഇന്നേ ദിവസം ഒരു പരീക്ഷ നടന്നിട്ടുണ്ട്. ആ പരീക്ഷ 86/2025. ആ പരീക്ഷയിൽ 20 മാർക്ക് പോലീസിൻ്റെ പുതിയ സിലബസിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ സിലബസിൽ വന്ന ആദ്യത്തെ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ, ഇനി അങ്ങോട്ട് വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി ഇന്ന് ഈ ഇടുന്ന ക്ലാസ് വ്യക്തമായി കാണണം. കണ്ടിട്ട് വേണം 19-ാം തീയതിയും 26-ാം തീയതിയും പരീക്ഷയ്ക്ക് പോകാനുള്ളത്. ഇത് IRB പരീക്ഷയ്ക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്കും ഗുണകരമായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സവിസ്തരമായി കാണുകയും പഴയ ക്ലാസ്സുകൾ കാണുന്നവർക്ക് ഒരു പരീക്ഷ എഴുതി ജയിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം ഞങ്ങൾ റാങ്ക് ഫയലുകൾ ഉപേക്ഷിച്ച് പുതിയ സിലബസ് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു സ്ഥാപനത്തിലെ അധ്യാപകരാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കാണുക, നെഗറ്റീവ് എഴുതാതിരിക്കുക, ഉത്തരങ്ങൾ നിങ്ങൾക്ക് തിളങ്ങട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഏതായാലും 19-ാം തീയതിയും 26-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അതേപോലെ ഇന്ന് നടന്ന പരീക്ഷ, അതായത് 86/2025, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 മാർക്കിനുള്ള പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ സവിസ്തരമായി ഒന്ന് വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ പറയുന്നതിന് നിത്യ ഇവിടെ എത്തിയിട്ടുണ്ട്. നിത്യയെ സഹായിക്കാനായിട്ട് അമൽ ക്യാമറ കൈകാര്യം ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ആളുകൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി നിത്യ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വരാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്, അതായത് പുതിയ സിലബസ് വന്നതിന് ശേഷം, നിയമങ്ങളൊക്കെ മാറിയതിന് ശേഷം വരുന്ന ആ പുതിയ സിലബസ് അനുസരിച്ചിട്ടുള്ള ആദ്യത്തെ പരീക്ഷയാണ്. ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ 20 ക്വസ്റ്റ്യൻസ് പുതിയ സിലബസ് പ്രകാരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 19-ാം തീയതി നടക്കുന്ന CPO പരീക്ഷയ്ക്കും അതുപോലെ 26-ാം തീയതി നടക്കുന്ന മെന്നിൻ്റെ CPO പരീക്ഷയ്ക്കും നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിനാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വായിച്ചു തുടങ്ങാം. വായിക്കുന്നത് കോഡ് C കോഡാണ് വായിക്കുന്നത്. 86/2025 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്ക്, പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് തുടങ്ങാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്ക്? സമൻസ് കൈപ്പറ്റാവുന്ന വ്യക്തിയെ കണ്ടെത്താൻ കഴിയാതിരുന്നു കഴിഞ്ഞാൽ പകരം ആർക്ക് സമൻസ് കൈപ്പറ്റാവുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിനാണ് സമൻസ് കൈപ്പറ്റാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 40(1) അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയത്തിനുള്ളിൽ പോലീസിന് കൈമാറണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് 6 മണിക്കൂറിനുള്ളിൽ പോലീസിന് കൈമാറിയിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? അതിൽ ആദ്യത്തേത്, ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ നിർബന്ധിക്കുക. ഒരു വ്യക്തിയെ ബലപ്രയോഗത്തിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ നിർബന്ധിക്കുക എന്നുള്ളത് അബ്ഡക്ഷൻ ആണ്. ഇനി അടുത്തത്, ഒരു വ്യക്തിയെ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകാൻ പ്രേരിപ്പിക്കുക. അതും അബ്ഡക്ഷനിൽ വരുന്നതാണ്. ഇനി അടുത്തത്, ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക. അത് അബ്ഡക്ഷനിൽ വരുന്നതല്ല. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോവുക, അത് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അത് അബ്ഡക്ഷനിൽ വരുന്നതല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് Z ഉള്ളതെന്ന് Aക്ക് അറിയാം, എന്നാൽ Bക്ക് അത് അറിയില്ല. Aക്ക് അറിയാം കുറ്റിക്കാടിലാണ് ഉള്ളിൽ Z ഉള്ളതെന്ന് Aക്ക് അറിയാം, എന്നാൽ Bക്ക് അത് അറിയില്ല. Z മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ Bയെ കൊണ്ട് A ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം Z മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെന്നുള്ളതാണ്. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് Z ഉള്ളതെന്ന് Aക്ക് അറിയാം, എന്നാൽ Bക്ക് അത് അറിയില്ല. Z മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ Bയെ കൊണ്ട് A കുറ്റിക്കാടിലേക്ക് വെടിവെപ്പിക്കുകയും
ഇതുമൂലം ഇസഡ് മരണപ്പെടുകയും ചെയ്യുന്നു. അപ്പം ശരിയായത് ഏതെന്നുള്ളതാണ്. എന്താണ്? ബി കുറ്റമൊന്നും ബി എന്താണ്? എയും ബിയും കുറ്റകരമായ നരഹത്യക്ക് ഉത്തരവാദിയാണ്. എയും ബിയും കുറ്റകരമായ നരഹത്യക്ക് ഉത്തരവാദിയാണ്. ഇതിൽ നമുക്ക് ഒരു സ്പെഷ്യലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇനി ബിക്ക് അറിയില്ല, ബി കുറ്റിക്കാടിൽ ഇസഡ് ഉള്ളതെന്നുള്ളത് ബിക്ക് അറിയുന്നില്ല എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ്? ആ കുറ്റിക്കാടിലേക്ക് വെടിവെക്കുമ്പോൾ എയും ബിയും നരഹത്യക്ക് എന്താണ്? ശിക്ഷാർഹ ഉത്തരവാദിയാണെന്നുള്ളതാണ് ആൻസർ വരുന്നത്. എന്നാൽ ബിക്ക് ഇത് അറിയില്ല. ഇൻ കേസ് എന്താണ് ബിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തിയാണെങ്കിൽ, ബുദ്ധിപരമായിട്ടുള്ള മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ബി കുറ്റക്കാരനല്ല എന്ന് പറയാവുന്നതാണ്. അതായത് ബിക്ക് പ്രശ്നമുള്ളതായിട്ട്, മാനസിക പ്രശ്നമുള്ളതായിട്ട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ബി കുറ്റക്കാരനല്ലാതെ വരും. പക്ഷേ നിലവിൽ എന്താണ്? ജനറലായിട്ട് പറയുമ്പോഴത്തേക്കും എയും ബിയും നരഹത്യക്ക് ഉത്തരവാദിയാണെന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോൾ? ഏതൊരാളും എന്നുള്ളതാണ് ആൻസർ. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നത് ഇവരിൽ ആര് ചെയ്യുമ്പോൾ? ഏതൊരാൾ ചെയ്താലും അത് കുറ്റകൃത്യമായിട്ട് കണക്കാക്കും. ഏതൊരാളും. അടുത്ത ക്വസ്റ്റ്യൻ. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്ന ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത്? സ്നാച്ചിങ് ആണ് ആൻസർ വരുന്നത്. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏതാന്നുള്ളതാണ് സ്നാച്ചിങ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറണ്ട് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? സെർച്ച് വാറണ്ട് എന്താണ്? 7 ദിവസമാണ് സെർച്ച് വാറണ്ടിന്റെ കാലാവധി എന്നാണ് 7 ദിവസമാണ്. പക്ഷെ എന്താണ്? പരമാവധി കാലാവധി 14 ദിവസമാണ് എന്നും പറയാം. പക്ഷെ ഇവിടെ ആൻസർ എന്താണ്? 14 ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് 7 ദിവസമാണ് എന്താണ് ഒരു സെർച്ച് വാറണ്ടിന്റെ കാലാവധി. 7 ദിവസം. അടുത്ത ക്വസ്റ്റ്യൻ. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നുള്ളത് അതിലെന്താണ്? മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന് മുൻപാകെയാണ് കുറ്റസമ്മതം നടത്തേണ്ടത്. അതിനേക്കാൾ കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്നത് ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. അതാണ് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്ന ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്തു നിന്നും കണ്ടെടുക്കുന്നുവെങ്കിൽ ഇതിൽ ഏത് സിറ്റുവേഷനാണ് വരുന്നതെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്കാണ്? ഏതൊരു പൗരനും അവകാശമുണ്ട്. പ്രതി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ഉണ്ട്. ഏതൊരു പൗരനും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. XY എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ X ആയത് നിയമപരമായി തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിലെ പോലീസിന്റെ ശരിയായ നടപടി എന്ത്? ശരിയായ നടപടി വരുന്നത് പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ. അതിൽ ആദ്യത്തേത് അസാധാരണ മരണം നടന്നതായി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക. അത് ഇവിടുത്തെ സാഹചര്യത്തിൽ എന്താണ്? സാധാരണ മരണം നടന്നതായിട്ട് ഇപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് ഇതും ശരിയായിട്ട് എടുക്കാവുന്നതാണ്. കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. അതും ശരിയായിട്ടുള്ളതാണ്. കാണാതായ ആളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. അടുത്തത് ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. അതും ശരിയായിട്ടുള്ളതാണ്. ഇനി അടുത്തത് കാണാതായ ആളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ ഹാജരാക്കുക. ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഇതെല്ലാം ശരിയായിട്ടുള്ള നടപടികളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്?
അതിൽ ആൻസർ വരുന്നത് പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമാണ്. പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതുമായിട്ടുള്ള കുറ്റകൃത്യമാണ് NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന. അതിൽ ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ശരിയാണ്. NDPS ആക്ട് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. ശരിയാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കും ഈ നിയമം ബാധകമാണ്. അപ്പൊ ഇതെല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത് ഇന്ത്യ മുഴുവൻ. പോക്സോ ആക്ട് ബാധകമായിട്ടുള്ള ഇന്ത്യ മുഴുവൻ ബാധകമാണ്. പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് പോക്സോ നിയമപ്രകാരം കുട്ടികളായിട്ട് കണക്കാക്കപ്പെടുന്നത്? 18 വയസ്സിന് താഴെയുള്ള ആരെയും കുട്ടികളായിട്ട് കണക്കാക്കാം. അതിൽ ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ പ്രത്യേകിച്ച് പറയുന്നില്ല. 18 വയസ്സിന് താഴെയുള്ള ആരും ആണ് പോക്സോ നിയമപ്രകാരം കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. ഇനി പോക്സോ നിയമമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ടാണ്. പോക്സോ നിയമം പാസ്സാക്കിയ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഈ പോക്സോ നിയമം കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള നിയമമാണ്. അതുകൊണ്ട് തന്നെ ഈ പോക്സോ നിയമം പാസ്സാക്കിയിരിക്കുന്നത് ശിശുദിനത്തിന്റെ അന്നാണെന്ന് ഓർമ്മിച്ച് വെക്കുക. 2012 നവംബർ 14 പോക്സോ നിയമം പാസ്സാക്കിയിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്ട് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് മുംബൈ ഹൈക്കോടതി. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ എന്തുണ്ട്? ഡൽഹി ഹൈക്കോടതി ഉണ്ട്. ഡൽഹി ഹൈക്കോടതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? നിർഭയ കേസിലെ വിധി പ്രഖ്യാപിച്ച കോടതിയാണ് ഏത്? ഡൽഹി ഹൈക്കോടതി എന്നാണ്. ഡൽഹി ഹൈക്കോടതിയിലാണ് നിർഭയ കേസ് വിധി പ്രഖ്യാപിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണം എന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ. വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണം എന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ. ആവർത്തിക്കുന്നതിനാണ് വെറും തടവോ കഠിന തടവോ 5 വർഷം വരെയും 1 ലക്ഷം രൂപ പിഴയും. ഇതിനകത്ത് വരേണ്ടത് 10 ലക്ഷമാണ് പിഴ വരേണ്ടത്. ആവർത്തിക്കുമ്പോൾ എന്താണ്? 5 വർഷം വരെയും അല്ലെങ്കിൽ 10 ലക്ഷം രൂപയാണ്. ഓപ്ഷനിൽ 1 ലക്ഷം രൂപ വരെ പിഴയെന്നേ കൊടുത്തിട്ടുള്ളൂ. വെറും തടവോ കഠിന തടവോ 5 വർഷം വരെയും 1 ലക്ഷം രൂപ വരെ പിഴയും. അടുത്ത ക്വസ്റ്റ്യൻ, വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം. ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് സൈബർ ടെററിസം. സൈബർ ഭീകരവാദ പ്രവൃത്തികൾ. സൈബർ ടെററിസം IT ആക്ടിലെ ഏത് വകുപ്പാണ് സൈബർ ടെററിസത്തെ കുറിച്ച് പറയുന്നത്? 66F. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സൈബർ ഭീകരവാദ പ്രവൃത്തികളെ കുറിച്ച് പറയുന്നത് 66F. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ് ഏതെന്ന് പറഞ്ഞാൽ വിജയ് ഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തെലുങ്കാന. ആൻസർ വരുന്നത് വിജയ് ഗോപാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തെലുങ്കാന. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത്? വിവരാവകാശ നിയമപ്രകാരം പലതവണ ചോദിച്ചിട്ടുള്ള വിവരം എന്നത് എന്താണെന്നുള്ളതാണ്. പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം എന്താണ് വിവരമായിട്ട് കണക്കാക്കണം? ഒന്നുകൂടെ പറയാം. പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം എന്തിന്റെ കീഴിൽ വരുന്നതാണ്? വിവരാവകാശ നിയമപ്രകാരം വിവരമായിട്ട് കണക്കാക്കുന്നതാണ്. ഇതിന് പുറമെ എന്താണ്? സർക്കുലറുകൾ, ഇമെയിലുകൾ, മോഡലുകൾ, ഇതെല്ലാം പ്രസ് റിലീസുകൾ, ഇതെല്ലാം വിവരമായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്രയാണ് എന്താണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഇതിൽ നിന്നും GKയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിലാദ്യം സയൻസ് പോർഷൻ ആണ് നോക്കുന്നത്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ ആണ്, താപനിലയുടെ തോത് ആയ കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതിന്റെ ആൻസർ വരുന്നത് ചാൾസ് നിയമം. കെൽവിൻ സ്കെയിൽ ഏത് വാതക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ചാൾസ് നിയമമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം 18, 16, 16 എന്നിങ്ങനെയാണ്. ഇതിന് അനുയോജ്യമായ ചിഹ്നം എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം 18, 16, 16 എന്നിങ്ങനെയാണെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ചിഹ്നമാണ് S-2 16 32. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവയിൽ ആർക്കാണ്? 2024 നോബൽ സമ്മാനം ലഭിച്ചതാണ് ഡേവിഡ് ബേക്കറാണ് 2024 നോബൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, എന്താണ് ജോൺ ജമ്പർ.
ഡേവിഡ് ബേക്കർ, ജോൺ ജെമ്പർ, ഡെമിസ് ഹസാബിസ് എന്നീ 3 പേർക്കാണ് 2024 കെമിസ്ട്രി രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ആരാ ഉള്ളത്? ഡേവിഡ് ബേക്കർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാം? അതിൽ ആദ്യത്തേത് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം തൃശ്ശൂരാണ്. ശരിയാണ്, കേരള കലാമണ്ഡലം തൃശ്ശൂരാണ്. 1930 നവംബർ 9. യക്ഷഗാനം പാർത്ഥിസുബ. അത് ശരിയാണ്, യക്ഷഗാനം പാർത്ഥിസുബ. യക്ഷഗാനം എവിടെയാണ്? പ്രധാനമായിട്ടും കർണാടകയിലാണ്. എന്നാൽ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ്. ഇനി അടുത്തത് കഥകളി ഗുരു മണി മാധവ ചാക്യാർ. അത് തെറ്റായിട്ടുള്ളതാണ്. മണി മാധവ ചാക്യാർ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പാട്ടബാക്കി കൊടുത്തിരിക്കുന്നത് തോപ്പിൽ ഫാസിയാണ്. പാട്ടബാക്കി ആരാണ്? തോപ്പിൽ ഫാസി അല്ല, കെ ദാമോദരനാണ്. പാട്ടബാക്കി കെ ദാമോദരനാണ്. അപ്പൊ അതും തെറ്റായിട്ടുള്ളതാണ്. കഥകളി ഗുരു മണി മാധവ ചാക്യാർ എന്നുള്ളതാണ്. മണി മാധവ ചാക്യാർ എന്തിനാണ്? കൂടിയാട്ടത്തിന്റെ കർത്താവാണ്. പാട്ടബാക്കി എന്നുള്ളത് കെ ദാമോദരന്റെയാണ്. അപ്പൊ അത് രണ്ടുമാണ് അതിൽ തെറ്റായിട്ട് കൊടുത്തിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലൂയി ഹാമിൽട്ടൺ ബാസ്കറ്റ്ബോൾ. ലൂയി ഹാമിൽട്ടൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബാസ്കറ്റ്ബോൾ. ഇബ്രാഹിം സദ്രാൻ ഫുട്ബോൾ. ക്രിസ്റ്റഫർ എൻ കുക ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്. സത്യ കൃഷ്ണമൂർത്തി ക്രിക്കറ്റ്. മുകളിൽ കൊടുത്തിട്ടുള്ളതിൽ ശരിയായവ തമ്മിൽ യോജിപ്പിച്ചാൽ ഏതാണ് ശരിയായിട്ട് വരുന്നതാണ്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മോഡർലെസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓരോന്നും കൃത്യമായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളതാണ്. അല്ല, ആദ്യത്തേത് ലൂയി ഹാമിൽട്ടൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്. ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ് ആണ്. ഇനി ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ്. ക്രിസ്റ്റഫർ എൻ കുക ഫുട്ബോള്. ക്രിസ്റ്റഫർ എൻ കുക ഫുട്ബോള്. സത്യ കൃഷ്ണമൂർത്തി ബാസ്കറ്റ്ബോൾ. അപ്പൊ അതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്. ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ്. ക്രിസ്റ്റഫർ എൻ കുക ഫുട്ബോള്. സത്യ കൃഷ്ണമൂർത്തി ബാസ്കറ്റ്ബോൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ഉണ്ണി ആർ എഴുതിയ കഥകളാണ് ഒരു ഭയങ്കര കാമുകൻ, പിന്നെ വാങ്ക്. ഒരു ഭയങ്കര കാമുകൻ, വാങ്ക് എന്നീ കൃതികൾ എഴുതിയത് ആരാണ്? ഉണ്ണി ആർ ആണ്. ഉണ്ണി ആർ എഴുതിയ കൃതികൾ 2 ഉള്ളൂ. ഒരു ഭയങ്കര കാമുകൻ, വാങ്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നുള്ളതാണ്. ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജെൻലി റെക്കോർഡോടെ സ്വർണം നേടി. പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാൻ ജെൻലി റെക്കോർഡോടെ സ്വർണം നേടി എന്നുള്ളതാണ് അതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി തെറ്റായിട്ടുള്ളത് വായിക്കുന്നില്ല, ശരിയായിട്ടുള്ളത് മാത്രമാണ് വായിച്ചത്. ഇനി എന്താണ്? നേരത്തെ നമ്മൾ കറക്റ്റായിട്ട് യോജിപ്പിച്ചതുപോലെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. മാലിക് ദിനാർ ഉണ്ട്, കൂടൽമാണിക്യ ക്ഷേത്രമുണ്ട്, അനന്തനാഥ സ്വാമി ക്ഷേത്രമുണ്ട്, ഉദയംപേരൂർ, സുനാദോസ്. ഇതിന്റെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ മാത്രം വായിക്കാം. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ് മാലിക് ദിനാർ കാസർഗോഡാണ്. മാലിക് ദിനാർ കാസർഗോഡ്. കൂടൽമാണിക്യ ക്ഷേത്രം തൃശൂർ. അനന്തനാഥസ്വാമി ക്ഷേത്രം വയനാട്. ഉദയംപേരൂർ സുനാദോസ് പള്ളി എറണാകുളം. ഉദയംപേരൂർ സുനാദോസ് നടന്ന എന്നാണ്? 1599. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. മാലിക് ദിനാർ കാസർഗോഡ്, കൂടൽമാണിക്യ ക്ഷേത്രം തൃശൂർ, അനന്തനാഥസ്വാമി ക്ഷേത്രം വയനാട്, ഉദയംപേരൂർ സുനാദോസ് പള്ളി എറണാകുളമാണ്. 1599 ഉദയംപേരൂർ സുനാദോസ് നടക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യത്തേത്, മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915. ശരിയാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനം ആയിരുന്നു. അതും ശരിയാണ്. ഇതേ സെയിം ക്വസ്റ്റ്യൻ കുറച്ച് മുമ്പ് നടന്ന 2025 തന്നെ നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ച പ്രിസൺ ഓഫീസറിന്റെ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. അതുപോലെ അതേ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ വായിക്കാം. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915. ഇനി അടുത്തത്, മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ ഒരു പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. ഇത് 2 അതിൽ ശരിയായിട്ട് ഉള്ളത്. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ അടുത്ത 2025 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷനെ ഇട്ടിട്ടുള്ളതായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ കണ്ണൂർ ജില്ലയിൽ മൊറാന സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 അത് ശരിയാണ്.
മൊറാഴ സംഭവം നടക്കുന്ന കണ്ണൂർ ജില്ലയിലാണ്, 1940-ലാണ്. അതിന് നേതൃത്വം നൽകിയത് KPR ഗോപാലനാണ്. KPR ഗോപാലനാണ് മൊറാഴ സമരത്തിന് നേതൃത്വം നൽകിയത്. ഇദ്ദേഹത്തിനാണ് കേരള ബോൾഷെവിക് എന്നറിയപ്പെടുന്നത്. കേരള ബോൾഷെവിക് എന്നറിയപ്പെടുന്നത് KPR ഗോപാലനാണ്. അത് 1940-ലാണ് കണ്ണൂർ ജില്ലയിലാണ് മൊറാഴ സമരം നടന്നത്. ഇനി KPR ഗോപാലിനെയാണ് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഗാന്ധിജി ഇടപെട്ട് അത് ഒഴിവാക്കുകയും ചെയ്തു. KPR ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ഗാന്ധിജി ഇടപെട്ട് അത് ഒഴിവാക്കുകയും ചെയ്തു. ഇനി അടുത്തത്, കയ്യൂർ സമരത്തിന് പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28-നായിരുന്നു. ശരിയാണ്. കയ്യൂർ സമരം 1941 മാർച്ച് 28-നാണ്. കയ്യൂർ എന്ന് പറയുന്നത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കയ്യൂർ സമരത്തിലെ രക്തസാക്ഷികളെ നമ്മൾ പല ക്ലാസ്സിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28-നായിരുന്നു. അതും ശരിയാണ്. കയ്യൂർ സമരത്തിൽ തൂക്കിക്കൊന്നത് എന്താണ്? മാർച്ച് 28. 43-ലാണ്, പക്ഷേ മാർച്ച് 28-ന് അല്ല. അപ്പൊ അതാണ് അതിൽ മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946-ലായിരുന്നു. പുന്നപ്ര വയലാർ സമരം നടന്നത് 1946-ലായിരുന്നു. അതിൽ തെറ്റായിട്ടുണ്ടായിരുന്നത് കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943-ലാണ്, പക്ഷേ ഡേറ്റ് മാർച്ച് 28-നല്ല. ആരൊക്കെയാണ് തൂക്കിക്കൊന്നത്? 4 പേരുണ്ടല്ലോ, ചിരുകണ്ഠൻ, കുഞ്ഞമ്പു നായർ, പള്ളിക്കൽ അബൂബക്കർ, മഠത്തിൽ അപ്പോ. ഈ 4 പേരെയാണ് തൂക്കിക്കൊന്നത് കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി ഒഴിവാക്കപ്പെട്ടത് ആരെന്ന് പറഞ്ഞു? ചൂരിക്കാടൻ കൃഷ്ണൻ നായരാണെന്ന് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നവയിൽ നിന്നും ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ശരിയായിട്ടുള്ള 3 പ്രസ്താവനകളാണ്. ഏതാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921-ലാണ്. അത് ശരിയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921-ലാണെന്നുള്ളതാണ് ശരിയാണ്. ഇനി ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ആദ്യകാലങ്ങളിൽ എന്താണ് ഏറ്റുമുട്ടിയത്? കുമിങ്താങ് കക്ഷിയാണെന്ന് പറയാം. എന്നാൽ കറക്റ്റ് കുമിങ്താങ് കക്ഷിമാരുടെ തന്നെയാണ്, സന്യാസിന്റെ തന്നെയാണ്. ഇനി അടുത്തത്, മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35-ലാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. 34-36 വരെയാണ് ലോങ് മാർച്ച് നടക്കുന്നത്. ആ ലോങ് മാർച്ച് ആരംഭിക്കുന്നത് 1934-ലാണ്. എന്നാൽ അത് ഏതുവരെ നീണ്ടു നിന്നു? 35 വരെയല്ല, 36 വരെ നീണ്ടു നിന്നു. മഹത്തായ സാംസ്കാരിക വിപ്ലവം ചൈനയിൽ ആരംഭിച്ചത് 1966-ലാണ്. മഹത്തായ സാംസ്കാരിക വിപ്ലവം നടക്കുന്നത് 1966-ലാണ്. അതും ശരിയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലാണത്. ശരിയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. അതും ശരിയായിട്ടുള്ളതാണ്. അടുത്തത്, വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റൻ ആയത്. അത് തെറ്റാണ്. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായിട്ടല്ല വന്നത്. വിരാട് കോഹ്ലിക്ക് ശേഷം ആര് വന്നത്? രോഹിത് ശർമ്മ ആണ് പിൻഗാമിയായിട്ട് വന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത്. മലയാളി താരം സഞ്ജു സാംസൺ ആണ് ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടില്ല. സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയിട്ടുള്ള എന്നുള്ളതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് വിരാട് കോഹ്ലിയുടെ പിൻഗാമിയാണ് ക്യാപ്റ്റൻ എന്താണ് ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ ആയതെന്നുള്ളതാണ്. അത് തെറ്റായിട്ടുള്ളത്. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായിട്ട് വരുന്നത് രോഹിത് ശർമ്മയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. അതിലെ കറുപ്പ് അഥവാ ഇരുണ്ട നിറം, നേർത്ത തൂവൽ രൂപം, പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ, ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ. അതിന് കറക്റ്റ് ഓർഡറിൽ പറയാം. എന്താണ്? കറുപ്പ് അഥവാ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നതാണ് നിംബസ്. നിംബസ് ആണ് മഴമേഘങ്ങളെന്ന് അറിയപ്പെടുന്നത്. അപ്പൊ കറുപ്പ് അഥവാ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത് നിംബസ് ആണ്. നേരത്തെ തൂവൽ പോലെ കാണപ്പെടുന്നത് സിറസ് ആണ്. നേരത്തെ തൂവൽ പോലെ കാണപ്പെടുന്നത് സിറസ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ കാണപ്പെടുന്നത് ക്യൂമുലസ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ കാണുന്നത് ക്യൂമുലസ് ആണ്. ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നത് സ്ട്രാറ്റസ് ആണ്. ആകാശത്തിന്റെ സിംഹഭാഗവും സ്ട്രാറ്റസ്. കറുപ്പ് അഥവാ ഇരുണ്ട നിറം നിംബസ് ആണ്. നേരത്തെ തൂവൽ രൂപം സിറസ് ആണ്. ഇനി അടുത്തത്, പഞ്ഞിക്കെട്ട് പോലെ കാണുന്നത് ക്യൂമുലസ് ആണ്. ഇനി ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നത് സ്ട്രാറ്റസും ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരം ഏതാണെന്നുള്ളതാണ്. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണത്. ശരിയാണ്. ഇനി പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. അതും ശരിയാണ്. പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കാണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ്. ശരിയായ ഉയരം 6000 മുതൽ 900 മീറ്റർ വരെയാണെന്നുള്ളത് അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ശരിയായിട്ടുള്ളത് ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. അതുപോലെ പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെ രൂപം കൊള്ളുന്നത്. അതും ശരിയായിട്ടുള്ളതാണ്.
ഈ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. അതിൽ ഏറ്റവും താഴെയുള്ളതാണ് ട്രോപ്പോസ്ഫിയർ, അതിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിന് മുകളിൽ മിസോസ്ഫിയർ, അതിന് മുകളിൽ തെർമോസ്ഫിയർ. അങ്ങനെയാണ് വിന്യസിക്കേണ്ടത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇനി ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഏത് ഇനത്തിൽപ്പെട്ടതാണ്? ബിറ്റുമിനസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ബിറ്റുമിനസ് ആണ്. കേരളത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുമുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്ത ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ 1960 പകുതി മുതൽ 70, അതായത് 60s ഉം 70s ആണ്. 65 മുതൽ 75 വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം ഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന മഹാരാഷ്ട്ര, ഹരിയാന, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ പരിമിതപ്പെട്ടു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത, ഹരിത വിപ്ലവത്തിന്റെ പരിണിത ഫലമായി ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം കുറഞ്ഞു എന്നുള്ളതാണ്. അന്തരം കുറയുകയല്ല ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ ഇട്ടപ്പോഴത്തേക്കും പറഞ്ഞു എന്താണ്, ഹരിത വിപ്ലവത്തിന്റെ ഫലമായിട്ട് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. അതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അന്തരം വർദ്ധിക്കുകയാണ് ചെയ്തത്, കുറഞ്ഞു എന്നാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിരുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറെയൊക്കെ പരിഹരിക്കാനായി എന്നുള്ളതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്തത്, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ആരോഗ്യമാണ്. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ആരോഗ്യം. ഇനി അടുത്തത്, നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ നൽകിയിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവനയാണ്. നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ആസൂത്രണ കമ്മീഷന് പകരം 2005 നീതി ആയോഗ് വന്നു. 2005 വന്നത് 2015 ജനുവരി 1 നീതി ആയോഗ് വന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങൾ ആയിരിക്കും. ശരിയാണ്. നാഷണൽ ഇൻഡസ്ട്രി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നതാണ് നീതി ആയോഗിന്റെ പൂർണ്ണരൂപം. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതാണ് ശരിയായ രൂപം. ഇനി ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു. ശരിയാണ്. ആദ്യ സമ്മേളനം നടക്കുന്നത് 2015 ഫെബ്രുവരി 8. ഇതിനെ അറിയപ്പെടുന്നതാണ് ടീം ഇന്ത്യ എന്നാണ് ഇതിന് അറിയപ്പെട്ടത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത് ആരെന്നുള്ളതാണ്. അതിൽ ഉൾപ്പെടാത്തത് ക്ലോഡിയ ഗോൾഡനാണ്. ക്ലോഡിയ ഗോൾഡിന് കിട്ടിയപ്പോഴാണ് 2023 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയതാണ് ക്ലോഡിയ ഗോൾഡൻ. 2024 കിട്ടിയത് ദാരൻ അസിമോഗ്ലു, ജെയിംസ് എ റോബിൻസൺ, സൈമൺ ജോൺസൺ. ഈ 3 പേർക്കുമാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത് 1949 നവംബർ 26. ഇനി അടുത്തത്, ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. അതിൽ വ്യവസായ മേഖലാ പരിഷ്കാരം എന്ന് പറയുന്നത് ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. അത് ശരിയായിട്ടുള്ളതാണ്. വ്യവസായ മേഖലയിൽ പരിഷ്കാരത്തിൽ വരുന്നതാണ് ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു എന്നുള്ളത്. രണ്ടാമത്തേത്, ധനകാര്യ പരിഷ്കാരമുണ്ട്. നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു എന്നുള്ളതാണ്. ഇനി വിദേശ വിനിമയ പരിഷ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണയത്തിന്റെ ചോദനത്തിനെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി എന്നുള്ളത് ശരിയാണ്. ഇനി വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം, ഇന്ത്യൻ വ്യാവസായിക ഉൽപാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. ഇതും ശരിയായിട്ടുള്ളതാണ്. ഈ ക്വസ്റ്റ്യനും എന്താണ്, നമ്മുടെ നേരത്തെ ഗാന്ധിജിയുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ പ്രിസൺ ഓഫീസറുടെ ക്വസ്റ്റ്യനിൽ അതേപോലെ ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ തന്നിരിക്കുന്നത് എല്ലാം ശരിയായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. അല്ല, ആദ്യത്തെ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ്. ശരിയാണ്. അർദ്ധ ഫെഡറൽ ഗവൺമെന്റ് സംവിധാനം, അർദ്ധ ഫെഡറൽ എടുത്തത് ബ്രിട്ടനിൽ നിന്നല്ല കാനഡയിൽ നിന്നാണ് അർദ്ധ ഫെഡറൽ സംവിധാനം എടുത്തിരിക്കുന്നത്. അപ്പൊ അത് വരില്ല. നിയമവാഴ്ച എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ശരിയാണ്. ഇനി ഭരണഘടനാ ഭേദഗതി ബ്രിട്ടനിൽ നിന്ന് എടുത്തതല്ല. ഭരണഘടനാ ഭേദഗതി എടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്. അപ്പം ബ്രിട്ടനിൽ നിന്ന് എടുത്തത് നിയമനിർമ്മാണ നടപടികളും നിയമവാഴ്ചയുമാണ് ബ്രിട്ടനിൽ നിന്ന് എടുത്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അയിത്ത വിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം 1955 ആണ്. അയിത്ത വിരുദ്ധ നിയമം വന്നത് 1955. അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. കൂറുമാറ്റ നിരോധനം കഴിഞ്ഞ 2 ക്വസ്റ്റ്യനിൽ ചോദിച്ചു വരുന്നതാണ്. കൂറുമാറ്റ നിരോധനം 1985 52 ഭേദഗതി ഭരണഘടനാ ഭേദഗതി പ്രകാരം 1985 52 ഭരണഘടനാ ഭേദഗതിയാണ് കൂറുമാറ്റ നിയമത്തെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഓപ്ഷനിൽ ഒരു ആൻസറേ ഉള്ളൂ, വയനാട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ആരംഭിച്ചത് എത്ര ജില്ലകളിലാണ്? വയനാട്, പാലക്കാട് എന്നീ 2 ജില്ലകളിൽ ആരംഭിച്ചു. അതിൽ ഒന്നാണ് ഓപ്ഷനിലുള്ളത്, വയനാട് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്? ആൻസർ വരുന്നത് N.A. പൽക്കിവാല. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡെന്ന് വിശേഷിപ്പിച്ചത് N.A. പൽക്കിവാല. ഇനി അടുത്തത്, നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഉഷസ്. നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഉഷസ്. അടുത്ത ക്വസ്റ്റ്യൻ, മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേരാണ് കുമരപ്പ കമ്മിറ്റി. കുമരപ്പ കമ്മിറ്റിയാണ് ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി. 74 ഭരണഘടനാ ഭേദഗതിയുടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കൂട്ടിച്ചേർത്ത ഭാഗമാണ് ഭാഗം 9A. ഭാഗം 9A ആണ് 74 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത്. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? അതിൽ 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്, ശരിയാണ്. 2006 ഇത് ആരംഭിക്കുന്നത്, അതും ശരിയാണ്. ഇനി കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ്, അത് തെറ്റാണ്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ്. ഇതിന്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണ്, അതും ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ 16ാം ഉച്ചകോടി കസാനിലാണ് നടന്നതെന്നുള്ള ശരിയാണ്. 2006 സംഘടന ആരംഭിക്കുന്നത്, ശരിയാണ്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ് ആണെന്നുള്ളതും ശരിയാണ്. ശരിയല്ലാത്തത് കസാൻ ചൈനയിലാണെന്നുള്ള പറഞ്ഞിരിക്കുന്നത്, കസാൻ എന്നുള്ളത് റഷ്യയിലാണ്. ഈ അടുത്തുള്ള താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവ വൈവിധ്യം കൂടുതലായിട്ട് കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാം? അതിനാദ്യത്തേത് കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത കാരണമാകും, ശരിയാണ്. കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, അതുപോലെ സ്ഥിരമായ കാലാവസ്ഥ, ഇത് രണ്ടുമാണ് എന്താണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ജൈവ വൈവിധ്യം കൂടുതലായിട്ട് കാണപ്പെടാൻ കാരണം. സ്ഥിരമായ കാലാവസ്ഥയും കൂടുതൽ സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയും. അടുത്ത ക്വസ്റ്റ്യൻ, മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേരാണ് പ്ലാസ്മോഡിയം വൈവാക്സ്. മലേറിയ രോഗത്തിന് കാരണം പ്ലാസ്മോഡിയം വൈവാക്സ്. അടുത്തത്, പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഇൻസുലിൻ. പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ ആണ്. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത് ആൻസർ അമേരിക്കയാണ്. ബ്യൂബോണിക് പ്ലേഗ് 2024 ഫെബ്രുവരിയിൽ സ്ഥിരീകരിച്ചത് അമേരിക്ക. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപതനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? ആൻസർ വരുന്നത് പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പതന കോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. അടുത്തത്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ISROയുടെ പ്രഥമ സൗര ദൗത്യമായ ആദിത്യ L1 കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെന്നുള്ളതാണ്. ആദ്യത്തെ, ആദിത്യ L1 ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്, ശരിയാണ്. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യന്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നതും ശരിയാണ്. 2023 സെപ്റ്റംബർ 2 PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്, ശരിയാണ്. അടുത്തത്, സൂര്യനിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1 സ്ഥിതി ചെയ്യുന്നത്. അതെന്താണ്? 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ലഗ്രാഞ്ചെ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ലഗ്രാഞ്ചെ പോയിന്റിലാണ് ആദിത്യ L1 പഠനം നടത്തുന്നത്. അപ്പൊ ആ ലഗ്രാഞ്ചെ പോയിന്റിന്റെ അകലമാണ് 1.5 മില്യൺ. അപ്പൊ അതാണ് ഇതിൽ ഓപ്ഷൻ പ്രകാരം അതിൽ തെറ്റല്ല. പക്ഷേ അത് ലഗ്രാഞ്ചെ പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണെന്നുള്ളത് ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്ത താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? അത് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 333 ഡിഗ്രി ഫാരൻഹീറ്റ് ആണെന്നുള്ളത് തെറ്റാണ്. 100 ഡിഗ്രി സെൽഷ്യസ് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇനി -40 ഡിഗ്രി സെൽഷ്യസ് -40 ഡിഗ്രി ഫാരൻഹീറ്റ്. ഫാരൻഹീറ്റിന് ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും തുല്യമായി വരുന്ന താപനിലയാണ് -40 ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ശരിയാണ്. ഇനി 0 ഡിഗ്രി സെൽഷ്യസ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്. 0 ഡിഗ്രി സെൽഷ്യസിന് തുല്യമായിട്ടുള്ളതാണ് 32 ഡിഗ്രി ഫാരൻഹീറ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് വാക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. അത് ശരിയാണ്. ഈ ചിത്രം വരച്ച വർഷം 1858 ആണ്. അത് തെറ്റായിട്ടുള്ള 1859 ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. അതും ശരിയായിട്ടുള്ളതാണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥന്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. അതും ശരിയായിട്ടുള്ളതാണ്. തെറ്റായിട്ടുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ഈ ചിത്രം വരച്ചത് 1858 1859. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഡ്രൈവറിന്റെ, ഒരു ഫയർമാൻ ഡ്രൈവറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ ഇതേ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് മാത്സ് പോർഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ മാത്സ് പോർഷൻ എന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഒരു സംഖ്യയുടെ 45% 270 ആയാൽ സംഖ്യ എത്ര? 600. ആൻസർ വരുന്നത് 600 ആണ്. അടുത്തത്, ഒരു സമാന്തര ശ്രേണിയുടെ 10ാം പദം 20ഉം 20ാം പദം 10ഉം ആയാൽ ആദ്യ പദം. 10ാം പദം 20ഉം 20ാം പദം 10ഉം ആയാൽ ആദ്യ പദം 29. അടുത്ത ക്വസ്റ്റ്യൻ, 6000 രൂപയ്ക്ക് 3 വർഷത്തേക്ക് ലഭിച്ച സാധാരണ പലിശ 1080 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? 6%. 6 സംഖ്യകളുടെ ശരാശരി 36. അവയിൽ ആദ്യത്തെ 5 സംഖ്യകളുടെ ശരാശരി 35 ആയാൽ അവസാനത്തെ സംഖ്യ ഏത്? ആൻസർ 41. A/B സമം 3:4. A/B സമം 3:4. B/C സമം 5:8 ആയാൽ A/B/C എത്ര എന്നാണ്? 15:20:32. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്ക് 3:30 മണി എന്ന സമയം കാണിക്കുമ്പോൾ അതിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ആൻസർ വരുന്നത് 75 ഡിഗ്രി. ഒരു ക്ലാസ്സിലുള്ള 48 കുട്ടികളെ ലഭിച്ച റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചപ്പോൾ തോമസിന്റെ സ്ഥാനം മുന്നിൽ നിന്നും 22ാമതാണ്. എന്നാൽ തോമസിന്റെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമതാണ്? ആൻസർ 27. അടുത്ത ക്വസ്റ്റ്യൻ, A സമം മൈനസ്, B സമം ഇൻറ്റു, C സമം പ്ലസ്, D സമം ഡിവിഷൻ എങ്കിൽ 56A 5B 4C 6D 2 ഇതിന്റെ വില എന്താന്നുള്ളതാണ്. ആൻസർ വരുന്നത് 39. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് 8 മീറ്റർ സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 3 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 മീറ്റർ സഞ്ചരിച്ചാൽ യാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും അയാൾ ഇപ്പോൾ എത്ര അകലെയായിരിക്കും? ആൻസർ 5 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതെന്നുള്ളതാണ്. 3, 10, 29. 3, 10, 29. അതിന്റെ ആൻസർ വരുന്നത് അടുത്ത് വരുന്നത് 66. അടുത്ത് വരുന്ന സംഖ്യയാണ് 66. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡ്രൈവിംഗിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ, ഡ്രൈവറിന്റെ എക്സാം ആയിരുന്നു. അപ്പം ഡ്രൈവിംഗിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി പറയാം. അതിലെ ക്വസ്റ്റ്യൻ ആണ്, ഒരു വാഹനത്തിന്റെ ഗ്രോസ് വെഹിക്കിൾസ് വെയിറ്റ് എന്നാൽ അർത്ഥമാക്കുന്നത് എന്ത്? ഗ്രോസ് വെഹിക്കിൾസ് വെയിറ്റ് വാഹനവും ലോഡും കൂട്ടിയുള്ള ഭാരം. വാഹനവും ലോഡും കൂട്ടിയുള്ള ഭാരമാണ് ഗ്രോസ് വെഹിക്കിൾസ് വെയിറ്റ്. 50 cc താഴെ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള ഗിയർ ഇല്ലാത്ത മോട്ടോർ സൈക്കിളുകൾ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു? L1 കാറ്റഗറി. ഇത് നമ്മുടെ ഡ്രൈവിംഗിന്റെ കുറച്ച് ക്വസ്റ്റൻസ് ഇട്ട് അതിലും ചോദിച്ച ക്വസ്റ്റൻ ആയിരുന്നു. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു. 18 വയസ്സിൽ ഒരാൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താൽ എത്ര വയസ്സ് വരെ ലൈസൻസ് സാധ്യത ഉള്ളതായിരിക്കും? 40 വയസ്സ്. 18 വയസ്സിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരാൾക്ക് 40 വയസ്സ് വരെ ലൈസൻസ് സാധ്യതയുള്ളതായിരിക്കും. ഒരാളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമെങ്കിൽ അവ സറണ്ടർ ചെയ്യുന്നതിനുള്ള റൂൾ ആണ് CMVR 1989 റൂൾ 17A. CMVR 1989 റൂൾ 17A പ്രകാരമാണ് ലൈസൻസിൽ ഏതെങ്കിലും ക്ലാസ് ലൈസൻസ് ആവശ്യമാണെങ്കിൽ അത് സറണ്ടർ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജോയിന്റ് RTOയെ താഴെ പറയുന്ന ലൈസൻസിങ് അതോറിറ്റി ആയി പറയുന്നു. ഏതാണ്? അഡീഷണൽ ലൈസൻസിങ് അതോറിറ്റിയാണ് ജോയിന്റ് RTC ആയിട്ട് ലൈസൻസിങ് അതോറിറ്റി ആയിട്ട് പറയുന്നത്. ഇതും നമ്മുടെ എക്സ്പ്ലനേഷൻ ഇട്ട ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനം 2 ടണ്ണിന് താഴെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഭാരമുള്ള എല്ലാ ട്രാൻസ്പോർട്ട് വാഹനം 2 ടണ്ണിന് താഴെ ഗ്രോസ് വെഹിക്കിൾ ഭാരമുള്ള എല്ലാ ട്രാൻസ്പോർട്ടും ആണ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ട് വാഹനമായിട്ട് കണക്കാക്കുന്നത്. ഒരു കോൺട്രാക്ട് കാരിയേജ് വാഹനം 4 കൊല്ലം പഴക്കമുള്ളത് ഫിറ്റ്നസ് ടെസ്റ്റിന് പോയി പാസ്സായാൽ എത്ര വർഷത്തെ കാലാവധി ലഭിക്കും? 1 വർഷം. 1 വർഷത്തെ കാലാവധിയാണ് ലഭിക്കുന്നത്.
ഒരു വാഹനം പാർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ ആ വാഹനം എത്ര സമയം റോഡിൽ നിർത്തിയിടണം? 3 മിനിറ്റിൽ കൂടുതൽ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിൽ കൂടുതൽ വാഹനം നിർത്തിയിട്ടാലേ പാർക്കിംഗ് ആയിട്ട് കണക്കാകും. ഇത് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ്, ഇതെല്ലാം ഒരുപാട് ആവർത്തനമുള്ള ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കാം. ഇരുചക്ര വാഹനം റോഡിൽ കെട്ടിവലിക്കുമ്പോൾ കെട്ടിവലിക്കുന്ന വാഹനവും കെട്ടിവലിക്കപ്പെടുന്ന വാഹനവും തമ്മിൽ എത്ര ദൂരം ഉണ്ടാകണം? എന്താണ്, വാഹനം കെട്ടിവലിക്കാൻ പാടില്ല, വാഹനം കെട്ടിവലിക്കാൻ പാടില്ല. മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ സെക്ഷൻ 185 എന്താണ്? മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്താലാണ് ഈ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 185 സെക്ഷൻ പറയുന്നത്, മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിൽ റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ, വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാനാണ് എന്താണ് റിഫ്ലക്റ്റീവ് വാണിംഗ് ട്രയാങ്കിൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ എന്താണ് പറഞ്ഞതാണ്, എന്താണ് ഒരു ടണലിലൂടെ കടന്നു പോകുമ്പോഴുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത്, ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട കുറഞ്ഞ പ്രായപരിധി. ആൻസർ 20 വയസ്സാണ്, 20. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ സംഭവിക്കുന്നത് എന്ത്? അതിന്റെ ആൻസർ ആണ് റിയാക്ഷൻ ടൈം കുറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ. ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത്, അത് പാടില്ല. സമയത്തെത്താൻ അമിത വേഗത സ്വീകരിക്കാതെ നേരത്തെ പുറപ്പെടുക. വാഹനത്തിന്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിച്ച് കാലാവധി ഉറപ്പുവരുത്തുക. ഇതെല്ലാം ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സ്റ്റിയറിംഗ് വീലിന്റെ ലോട്ടറി മോഷൻ റെസിപ്രോക്കേറ്റിംഗ് ലോഷൻ ആയി മാറുന്നത്? സ്റ്റിയറിംഗ് ബോക്സ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു V8 എഞ്ചിനിൽ എത്ര എക്സ്ഹോസ്റ്റ് മനിഹോൾഡ് ഉണ്ടായിരിക്കും? ഒരു V8 എഞ്ചിനിൽ എത്ര എക്സ്ഹോസ്റ്റ് മനിഹോൾഡ് ഉണ്ടായിരിക്കും? ആൻസർ വരുന്നത് 2. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചരക്ക് വാഹനത്തിൽ അമിതഭാരം കയറ്റിയാൽ മോട്ടോർ വാഹന നിയമം 194 പ്രകാരം ഈടാക്കാവുന്ന ഏറ്റവും കുറഞ്ഞ പിഴ എത്ര രൂപ? ആൻസർ വരുന്നത് 20,000 രൂപയാണ് പിഴയായിട്ട് ഈടാക്കാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പുതിയ സ്വകാര്യ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി എത്ര വർഷം ആണ്? 15 വർഷം. ഒരു പുതിയ സ്വകാര്യ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റി 15 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ പരമാവധി അനുവദനീയമായ GVW എത്ര? 7500 കിലോഗ്രാം. താഴെ പറയുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷനുകൾ പ്രതി കുറ്റം ചെയ്താൽ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ അനുമതി നൽകാത്ത കുറ്റമുള്ള വകുപ്പ് ഏതാണ്? ആൻസർ വരുന്നത് സെക്ഷൻ 185. ആൻസർ സെക്ഷൻ 185. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾസ് റൂൾസ് 1989 റൂൾ 168 പ്രകാരം റോഡ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഗുഡ് സമരിറ്റനിലെ ബാധ്യതകളും അവകാശങ്ങളും സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതും നമ്മൾ അന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആശുപത്രിയിലെ അത് ശരിയായിട്ട് വരുന്നത്, ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല, അധികൃതരെ അറിയിച്ചതിന് ശേഷം ഉടൻ ആശുപത്രി വിടാം. ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല, അധികൃതരെ അറിയിച്ചതിന് ശേഷം ഉടൻ ആശുപത്രി വിടാമെന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1989 റൂൾ 169 പ്രകാരം ഒരു ഗുഡ് സമരിറ്റൻ സ്വമേധയാ കേസിൽ സാക്ഷിയായി നിന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിർബന്ധമായും പാലിക്കേണ്ട നടപടിക്രമം. അതിന്റെ ആൻസർ വരുന്നത്, ഗുഡ് സമരിറ്റന് അനുയോജ്യമായ സമയം സ്ഥലത്തിൽ സാധാരണ വേഷം അണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. ഇതും നമ്മൾ അന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ്. ഗുഡ് സമരിറ്റന് അനുയോജ്യമായ സമയം സ്ഥലത്തിൽ സാധാരണ വേഷം അണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 206 പ്രകാരം താഴെ പറയുന്ന ഏത് സാഹചര്യങ്ങളിൽ ഒരു പോലീസ് ഓഫീസർക്ക് ഒരു ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാൻ സാധിക്കും? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്, ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോകുമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ. ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോകുമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാലാണ് എന്താണ് ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 1988 സെക്ഷൻ 207 പ്രകാരം താഴെ പറയുന്ന ഏത് നിയമലംഘനമാണ് പോലീസിന് ഒരു വാഹനം പിടികൂടാനുള്ള അധികാരം നൽകുന്നത്? ആൻസർ സെക്ഷൻ 66(1) പ്രകാരം പെർമിറ്റ് ഇല്ലാത്ത വാഹനം ഉപയോഗിക്കൽ. സെക്ഷൻ 66(1) പ്രകാരം പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ 138A പ്രകാരം 2017 ഡിസംബർ 1 മുമ്പ് വിറ്റ വാഹനങ്ങളിൽ ഫാസ്ടാഗ് ഘടിപ്പിക്കാനുള്ള അവസാന തീയതി 2021 ജനുവരി 1 മുതലാണ്. ജനുവരി 1.
അടുത്ത ക്വസ്റ്റ്യൻ, 4 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പിൻ പാസഞ്ചറായി കയറ്റിയ മോട്ടോർ സൈക്കിളിന്റെ പരമാവധി വേഗപരിധി എത്രയാണ്? 40 km/h ആണ്. 40 km/h. അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ 119 പ്രകാരം ഇലക്ട്രിക് ഹോണിന്റെ പരമാവധി ശബ്ദ നിലവാരം എത്ര ഡെസിബൽ ആണെന്ന് നിശ്ചയിച്ചിരിക്കുന്നു? ആൻസർ വരുന്നത് 100 ഡെസിബൽ. 100 ഡെസിബൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ 122 പ്രകാരം ചാസിസ് നമ്പർ എത്ര mm ഉയരമുള്ള അക്ഷരങ്ങളിൽ എങ്കിലും എംപോസ് ചെയ്യണമെന്ന് ആണ് നിബന്ധന? 7 mm ആണ് ആൻസർ വരുന്നത്. റൂൾ 122 പ്രകാരം ചാസിസ് നമ്പറുകൾ എത്ര mm ഉയരമുള്ള അക്ഷരങ്ങളിൽ എങ്കിലും എംപോസ് ചെയ്യണമെന്നാണ് നിബന്ധന. 7 mm ആണ് ആൻസർ ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത് 7 തരത്തിലുള്ള ഗ്ലാസ് ആണ്? റൂൾ 128 പ്രകാരം വാഹനങ്ങളുടെ മുൻ വിൻഡ് സ്ക്രീനുകൾക്ക് ഉപയോഗിക്കേണ്ടത് 7 തരത്തിലുള്ള ഗ്ലാസ് ആണ്? ആൻസർ വരുന്നത് ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ, റൂൾ 137 പ്രകാരമുള്ള ക്ലാസ് 2 ഹസാർഡസ് സാധനങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത്? അതിന് ആൻസർ ആയിട്ട് വരുന്നത് കംപ്രസ് ഗ്യാസുകൾ. കംപ്രസ് ഗ്യാസുകൾ. ഇത്രയായിരുന്നു നമ്മൾ ഈ 86/2025 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് പോലീസ് സ്പെഷ്യൽ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ GK പോർഷൻ പറഞ്ഞു. അതിൽ പിന്നെ ഡ്രൈവർ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്? ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ വളരെയധികം ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്ക് എല്ലാം നടന്നിട്ടുള്ള ആദ്യത്തെ പരീക്ഷയാണിത്. പുതിയ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് വന്നത് പ്രകാരമുള്ള ആദ്യത്തെ പരീക്ഷയാണ്. എല്ലാവരും ഇത് കണ്ടതിന് ശേഷം മാത്രം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. എങ്ങനെയാണ് ചോദ്യം വരുന്നതെന്നുള്ളതും എങ്ങനെയാണ് മാറ്റം വരുന്നതെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് നമുക്ക് പ്രിപ്പറേഷനോട് കൂടി പരീക്ഷയ്ക്ക് പോകാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇത് കണ്ട് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ ശ്രദ്ധിക്കുക. താങ്ക്സ്.